ഓണമാകിലും ഓണം പൊന്നോണം. അസ്ത്രങ്ങളുടെ നാമധേയം ചൊല്ലി നമുക്ക് പോർ ചെയ്യണം. അതെ, യജ്ഞദേവൻ പ്രസന്നവാനായി കൊടുത്ത ദിവ്യവരങ്ങളായ സ്വർണധനുസും ദിവ്യരഥവുമാണത്. കൂടാതെ ഒരു കാലത്തിലും അമ്പടുങ്ങാത്ത ആവനാഴിയും കാണാം. മന്ദിരത്തിൽ ഒരു കവചമല്ലേ വരുന്നത്? ഒരു മാലയും ശംഖുമല്ലേ വരുന്നത്? ബലിയുടെ യജ്ഞം പ്രസാദിച്ചിരുന്നു. അതെ, അതൊരു ദിവ്യ കവചമാണ്. വാസുകിയെ കയറാക്കി കാക്കോടകനെ വടമാക്കി ദേവാസുരന്മാർ വാൾത്തല പിടിച്ച് പാലാഴി മതനം നടത്തി അമരെടുത്ത പടകളെ രാജപേരികൈ കുക്കുടതാളം ഗോതണ്ടവാദ്യം കൊന്നൈക്കൊമ്പ് പെരുമ്പറച്ചണ്ടൈ ഇത്യാദികളായ വാദ്യാഘോഷങ്ങളോടുകൂടി അണ്ടം നടുങ്ക് അർണപങ്കിലുങ്ക് ആദിശേഷഞ്ഞെട്ട് അനന്തൻ ഭുയമാട് അണ്ടാണ്ട ഘടകങ്ങളെല്ലാം കീഴ്മേൽ മറിയത്തക്കതാക ബേരികയടിച്ച് പോരൊക്കെ പുറപ്പെട്ടു. ആഘോഷം ഓണമാകിലും ഓണം പൊന്നോണം, മലയാളികളുടെ ദേശീയ ആഘോഷം. അസുര ചക്രവർത്തിയായി മഹാബലി തമ്പുരാൻ തന്റെ മലയാളി പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണാൻ വരുന്നതാണ് ഓണം, മലയാളികളുടെ പൊന്നോണം. ഓ, അത് ഗംഭീരം. ഓണത്തിന് തന്റെ പ്രജകളെ കാണാൻ വരുന്ന മഹാബലി തമ്പുരാന് മലയാളികൾ എന്താണ് കൊടുക്കുന്നത്? പ്രജകൾ ആവേശമായി ഓണം ആഘോഷിക്കും. എല്ലാ ശൈലികൾക്കും ഓണത്തിന്റെ പേരും വയ്ക്കും. അതെന്ത് പേരാണ്? ഓണക്കളി, ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണനികവ്, ഓണക്കോടി, ഓണത്തപ്പൻ, ഓണം പൊന്നോണം. മതി മതി മതി, അത് മാത്രമല്ല, ബോണസ് ഓണം. Murukule